ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൊലി കളഞ്ഞ് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് കയ്യിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എല്ലാതും ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്കിന് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ആയി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ ഞാൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.